ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഫെബ്രുവരി 1 തീയതി തൈപ്പൂയമാണ്. ഭഗവാൻ മുരുകന് വേണ്ടിയിട്ട് നമ്മൾ 48 ദിവസത്തെ വ്രതം എടുക്കുന്നത് നാളെ മുതൽ തുടങ്ങുകയാണ്. അതായത് ഡിസംബർ 15 മുതൽ നമ്മൾ വ്രതം എടുത്തു തുടങ്ങുമ്പോൾ ജനുവരി 31 ആകുമ്പോൾ 48 ദിവസം കംപ്ലീറ്റ് ആകും. ഫെബ്രുവരി 1 തൈപ്പൂയം വരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ ഒരു 48 ദിവസം നിങ്ങൾ 6 പ്രാവശ്യം എഴുതേണ്ടുന്ന ഒരു ഒറ്റവരി മന്ത്രത്തെക്കുറിച്ചാണ്. ഇതിനു മുൻപും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അന്നത് ചെയ്ത് ഒരുപാട് പേർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. ഈ പ്രാവശ്യം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം കൂടി ഞാൻ ഈ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന് 48 ദിവസത്തെ വ്രതം എടുക്കുന്നവർ പീരിയഡ്സും കൂടെ കൂട്ടിയിട്ടാണ് ഈ ഒരു 48 എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. പീരിയഡ്സ് കൂട്ടാതെയാണ് നമ്മൾ 48 ദിവസത്തെ വ്രതം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡിസംബർ 2 മുതലായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി ഞങ്ങൾക്ക് നാളെ മുതൽ വ്രതം എടുക്കാവോ, 48 ദിവസം കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പീരിയഡ്സ് കൂട്ടണ്ട എന്നുള്ളവർ നിങ്ങൾ വ്രതം എടുത്തുകൊള്ളൂ. നാളെ മുതൽ തൈപ്പൂയം കഴിഞ്ഞു വരുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു 48 എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. നമ്മൾ 48 ദിവസം വ്രതം ഭഗവാൻ എടുക്കുക എന്നുള്ളതാണ്. ഇനി 48 ദിവസം വ്രതമെടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 21 ദിവസമോ 11 ദിവസമോ 6 ദിവസമോ അവസാനത്തെ ഒരു ദിവസം മാത്രമായിട്ടോ വ്രതമെടുക്കാവുന്നതാണ്. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഈ പറയുന്ന ഒരു മന്ത്രം നമ്മൾ 48 ദിവസം തുടർച്ചയായിട്ട് എഴുതുമ്പോൾ ഇവിടെ പീരിയഡ്സ് ഒരു പ്രശ്നമാണോ എന്നൊരു സംശയം വരും. ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം പീരിയഡ് സമയത്തും പുലയുള്ളപ്പോഴും വാലായ്മയുള്ളപ്പോഴും ഒക്കെ എഴുതാവുന്നതാണ്. അതും ഇതും തമ്മിൽ നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കേണ്ടുന്ന ആവശ്യമേ ഇല്ല. പക്ഷേ നോൺ വെജ് കഴിച്ചിട്ട് നിങ്ങളിത് എഴുതരുത്. ഇപ്പം നോൺ വെജ് കഴിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 48 ദിവസത്തെ വ്രതം ഭഗവാനായിട്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു മന്ത്രം എഴുതിയാൽ മതിയാകും. അപ്പോൾ അത് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനി പീരിയഡ് സമയത്ത് നമ്മൾ ഇത് എഴുതുമ്പം സാധാരണയായിട്ട് നമ്മൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പം നമുക്ക് ചുറ്റുമുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്ന രീതി, അതായത് നമ്മൾ ചൊല്ലുന്നത് നമുക്ക് തന്നെ കേൾക്കാൻ പറ്റുന്ന രീതിയിലാണല്ലോ നമ്മൾ മന്ത്രം ചൊല്ലുന്നത്. പീരിയഡ്സ്, പുല, വാലായ്മ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മനനമാണ് ചെയ്യേണ്ടത്. അതായത് മനസ്സിൽ നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുക. വായ്വിട്ട് മറ്റുള്ളവർക്കും, അതായത് നമുക്കും മറ്റുള്ളവർക്കും കേൾക്കുന്ന രീതിയിൽ ചൊല്ലാതിരിക്കണം. അതാണ് പീരിയഡ്സ്, പുല, വാലായ്മയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നാളെ തിങ്കളാഴ്ച, നാളെ മുതൽ നമ്മൾ ഭഗവാന് വേണ്ടിയിട്ടുള്ള 48 ദിവസത്തെ വ്രതം ആരംഭിക്കുകയാണ്. അപ്പം വ്രതമെടുക്കുന്നവർ 48 ദിവസം തുടർച്ചയായി വ്രതമെടുക്കുന്നവർ നിങ്ങളുടെ വീട്ടിലുള്ള മുരുക ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ വേലോ ഒക്കെ അഭിഷേകം ചെയ്യുന്നവർ അഭിഷേകം ചെയ്യണം. അങ്ങനെയല്ലെങ്കിൽ തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ഭഗവാൻ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പുഷ്പം സമർപ്പിച്ച് രാവിലെയും വൈകിട്ടും വീട്ടിൽ വിളക്ക് കൊളുത്തുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഭഗവാന് മുൻപിൽ സെപ്പറേറ്റ് ആയിട്ടൊരു നെയ്യ് ദീപം ഈ 48 ദിവസവും നിങ്ങൾ കൊളുത്തി വെക്കണം. ആദ്യത്തെ ദിവസം വ്രതമെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയും വേണം. ഈ 48 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഷഡ്കോണ ദീപം കൊളുത്താം, അല്ലെങ്കിൽ വെറ്റില ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. അത് അവരവരുടെ ഇഷ്ടമാണ്. ഷഡ്കോണ ദീപം കൊളുത്താൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ തിങ്കളാഴ്ച വ്രതം തുടങ്ങുമ്പോൾ ഷഡ്കോണം വരച്ച് 6 ദീപങ്ങൾ കൊളുത്തുന്നു. എല്ലാ ദിവസവും നിങ്ങൾ ആ കോലം മായ്ക്കേണ്ടെന്ന് ആവശ്യമില്ല. ആഴ്ചയിൽ ഒരിക്കൽ, അതായത് ഇപ്പം നാളെ തുടങ്ങിയാൽ അടുത്ത തിങ്കളാഴ്ച നിങ്ങളത് മാറ്റി, അല്ലെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച നിങ്ങളത് മാറ്റി പുതിയ കോലം വരച്ചാൽ മതിയാവും. പക്ഷേ വെറ്റില ദീപമാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പുതിയ 6 വെറ്റില എടുത്ത് ഭഗവാന് മുൻപിൽ നിങ്ങൾക്ക് ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതൊന്നും സാധിക്കില്ലെങ്കിൽ ഒരേ ഒരു ദീപമാണെങ്കിലും അത് മസ്റ്റാണ്. ഭഗവാന് സെപ്പറേറ്റ് ആയിട്ടൊരു ദീപം കൊളുത്തി തന്നെ നമ്മൾ ഈ 48 ദിവസം പ്രാർത്ഥിക്കണം എന്നുള്ളത്.
ഇനി നമ്മൾ ഈ ഒരു മന്ത്രം എഴുതുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ അതിരാവിലെ നിങ്ങൾ ഉണർന്ന് രാവിലെ കുളിച്ച് വിളക്ക് കത്തിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു മന്ത്രം എഴുതി ഭഗവാന് സമർപ്പിക്കുന്നതാണ് നല്ലത്. ചിലപ്പം ചിലരൊക്കെ ഒരു നേരമേ കുളിക്കുകയുള്ളായിരിക്കും, അത് രാവിലെയാവും വൈകിട്ടാവും. അപ്പോൾ കുളിച്ചതിന് ശേഷം ഉടനെ എഴുതുക, അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഒരു പുതിയ ബുക്ക് മേടിക്കുക, അല്ലെങ്കിൽ ഒരു A4 ഷീറ്റ് പേപ്പർ ഒരു 5-6 എണ്ണം എടുക്കുക. യെല്ലോ കളറിലെ പേപ്പർ എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റേഷനറി ഷോപ്പിലൊക്കെ യെല്ലോ കളറിലെ A4 ഷീറ്റ് പേപ്പർ മേടിക്കാനായിട്ട് കിട്ടും, അത് വാങ്ങിക്കുക. റെഡ് കളറിലെ പേന, ഇതാണ് ഏറ്റവും നമുക്ക് യെല്ലോ കളറിൽ റെഡ് കളർ പെൻ കൊണ്ട് എഴുതി സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഞാനിവിടെ യെല്ലോ കളർ പേപ്പറും റെഡ് കളർ പേനയും പറയുന്നത്. താല്പര്യമില്ലാത്തവർക്ക് നിങ്ങൾക്ക് വൈറ്റ് കളറിലെ പേപ്പർ എടുക്കാം, ബ്ലാക്ക് ഒഴിച്ചുള്ള ഏത് കളർ മെഷീനും എടുക്കാം. അപ്പം ആദ്യത്തെ ആ ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിൻ്റെ 4 സൈഡിലും മഞ്ഞൾ ആദ്യം ഇച്ചിരി പുരട്ടണം, കുങ്കുമവും പുരട്ടണം. സെൻറ്ററിലും അതുപോലെ തന്നെ മഞ്ഞളും കുങ്കുമവും പുരട്ടണം. ഉണങ്ങിക്കഴിയുമ്പോൾ ആ സെൻറ്ററിലെ മഞ്ഞൾ നിങ്ങൾക്ക് തൂത്തുകളയും, കാരണം നമുക്ക് എഴുതുമ്പം അവിടെ വരുമ്പോൾ ഒരു തടസ്സം വരുമല്ലോ. ശേഷം ആ പേപ്പറിൻ്റെ ഏറ്റവും മുകളിൽ ഓം ശരവണ ഭവായ എന്ന് എഴുതുക. അതിനുശേഷം അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം, എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്. ചിലർക്ക് 2026 നല്ല സമ്പൽ സമൃദ്ധമായിട്ട് കടന്നു പോകണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം എഴുതാം. അതല്ല നല്ല ആരോഗ്യം വേണം, അങ്ങനെ എഴുതാം. കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ഐശ്വര്യം, എന്ത് കാര്യവും, മക്കളുടെ വിവാഹമോ വീടോ വാഹനമോ നല്ലൊരു ജോലിയോ അങ്ങനെയുള്ള സന്താന സൗഭാഗ്യമോ 2026 കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള എന്ത് കാര്യവും പ്രാർത്ഥനയോടുകൂടി ആ ഒരു പേപ്പറിൽ എഴുതിയതിന് ശേഷം 1 മുതൽ 6 വരെ നമ്പർ ഇട്ടിട്ട് നമ്മൾ എഴുതേണ്ടത് വേലും മയിലും സേവലും തുണൈ. ഇതാണ് നമ്മൾ എഴുതേണ്ടത്. വേലും മയിലും സേവലും തുണൈ. വേല് ഭഗവാന്റെ വേല്, മയിൽ ഭഗവാന്റെ വാഹനം, സേവൽ ഭഗവാന്റെ കൊടിയുടെ അടയാളം. ഇത് 3ഉം തുണൈ എന്നാണ് നമ്മൾ എഴുതുന്നത്. 6 പ്രാവശ്യം എഴുതിയാൽ മതി. കൂടിപ്പോയാൽ ഒരു 1 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ 6 പ്രാവശ്യം ഇത് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അത് എഴുതിയതിന് ശേഷം ആ ഒരു പേപ്പർ മടക്കി നിങ്ങൾ പൂജാമുറിയിൽ തന്നെ വെക്കണം എന്നില്ല, കാരണം പീരിയഡ്സ് ഒക്കെ വരുമ്പം നമുക്കിത് എഴുതേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് പൂജാമുറിയിൽ വെക്കേണ്ട, എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് വെക്കുക. 48 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് എഴുതണം. തൈപ്പൂയം വരുന്ന അന്ന് ഭഗവാന്റെ ക്ഷേത്രത്തിൽ അവിടെ സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ ഒരു ഭണ്ഡാരപ്പെട്ടിയിലോ, അങ്ങനെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ചുവട്ടിലോ നിങ്ങൾക്കിത് സമർപ്പിക്കാവുന്നതാണ്. ഇനി പളനിയിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ഇത് കൊണ്ടുപോയി സമർപ്പിക്കാം. തീർച്ചയായിട്ടും ഭഗവാൻ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു തരും. ഇതിനോടൊപ്പം ഒന്നെങ്കിൽ അടുപ്പിച്ച് ഈ 48 ദിവസം നിങ്ങൾ സ്കന്ദഷഷ്ഠി കവചം ചൊല്ലി ഭഗവാന് സമർപ്പിക്കുക. അതായത് ഡിസംബർ 15 മുതൽ ഫെബ്രുവരി 1 വരെ 48 പ്രാവശ്യം 48 ദിവസം കൊണ്ട്, അതായത് ഒരു ദിവസം ഒരു തവണ. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഈ സ്കന്ദഷഷ്ഠിക്ക് ചൊല്ലി സമർപ്പിച്ചൊരു രീതി എന്ന് പറയുന്നത് 108 പ്രാവശ്യം ഭഗവാന് സ്കന്ദഷഷ്ഠി കവചം ചൊല്ലുക എന്നുള്ളതാണ്. അതായത് 48 ദിവസം കൊണ്ട് നമ്മൾ 108 പ്രാവശ്യം ചൊല്ലി സമർപ്പിക്കും. അത് ഞാൻ ചെയ്തത് എല്ലാ ദിവസവും ഒരു തവണ ചൊല്ലും. ഭഗവാന്റെ ഷഷ്ഠി, വിശാഖം, പൂയം, കാർത്തിക, ചൊവ്വാഴ്ച ദിവസങ്ങൾ വരുമ്പം 6 പ്രാവശ്യം ചൊല്ലും. അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഒരു രീതി ഫോളോ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ഈ രീതി നിങ്ങൾ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ എല്ലാ ദിവസവും 2 പ്രാവശ്യം വെച്ച് സ്കന്ദഷഷ്ഠി കവചം ജപിക്കാം, രാവിലെയും വൈകിട്ടും. അപ്പം 48 ദിവസമാകുമ്പോൾ നമ്മൾ 96 പ്രാവശ്യം ജപിക്കും. പിന്നെ ബാക്കി മിച്ചമുള്ളത് നിങ്ങൾ ഇടയ്ക്ക് ഈ ചൊവ്വാഴ്ചയും ഷഷ്ടിയൊക്കെ വരുമ്പം 2 എന്നുള്ളത് 3 4 ആക്കിയൊക്കെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യാർത്ഥമാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 48 ദിവസം കൊണ്ട് 48 പ്രാവശ്യം ഭഗവാന് സ്കന്ദഷഷ്ഠി ചൊല്ലി സമർപ്പിക്കാം, അല്ലെങ്കിൽ 48 ദിവസം കൊണ്ട് 108 പ്രാവശ്യം ഭഗവാന് സ്കന്ദഷഷ്ഠി ചൊല്ലി സമർപ്പിക്കാം. അതൊക്കെ അവരവരുടെ സമയവും താല്പര്യവും അനുസരിച്ച്. ഇനി സ്കന്ദഷഷ്ഠി കവചം ഞങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കില്ല എന്ന് പറയുന്നവർ
48 ദിവസം കൊണ്ട് ഒരു 10,001 പ്രാവശ്യമോ 15,001 പ്രാവശ്യമോ ഭഗവാന് ഓം ശരവണ ഭവ ചൊല്ലി സമർപ്പിക്കുക. അതും ഇപ്പം ഞാനൊരു കണക്ക് 10,001 എന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കൊരു 5,001 ചൊല്ലാമെങ്കിൽ 5,001 മതിയാകും. അത് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ വേലും മയിലും സേവലും തുണയും എഴുതി ഭഗവാന് സമർപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ ഭഗവാനെ ഞാൻ ഈ 48 ദിവസം കൊണ്ടൊന്നെങ്കിൽ ഓം ശരവണ ഭവ അല്ലെങ്കിൽ സ്കന്ദഷഷ്ഠി കവചം ഇത്ര പ്രാവശ്യം ചൊല്ലി ഭഗവാന് സമർപ്പിച്ചേക്കാം. എൻ്റെ കൂടെ ഉണ്ടാവണം, എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം, പുതിയ വർഷം എനിക്ക് ഐശ്വര്യം നിറഞ്ഞതായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുക. സ്കന്ദഷഷ്ഠി ആ ഒരു വ്രതസമയത്ത് ഞാനിത് ഫോളോ ചെയ്തിരുന്നു. എനിക്ക് ഒരുപാട് മിറക്കിൾസ് എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയാലൊടുങ്ങാത്തത്, പറഞ്ഞാൽ തീരാത്ത അത്രമാത്രം മിറക്കിൾസ്. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഭഗവാനിൽ വിശ്വസിച്ചുകൊണ്ട് അത് ചൊല്ലാവുന്നതാണ്. അപ്പം നമ്മൾ ഈ 48 ദിവസം കൊണ്ട് 108 പ്രാവശ്യം ഭഗവാന് ചൊല്ലി സമർപ്പിക്കുമ്പോൾ ഒരു ദിവസം ഇത്ര പ്രാവശ്യം ചൊല്ലാമെന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. നമ്മൾ ആ 48 ഡേയ്സ് കൊണ്ട് നമ്മൾ എത്ര പ്രാവശ്യം ചൊല്ലാമെന്നാണോ മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്നത് അത് ആ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്കിത് ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ദിവസം 2 നേരം രാവിലെയും വൈകിട്ടും വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവർക്ക് രാവിലെയും വൈകിട്ടും സ്കന്ദഷഷ്ഠി കവചം വെച്ച് ചൊല്ലിയാൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പീരിയഡ് സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ജപിക്കാം. മനസ്സിൽ മാത്രമേ ജപിക്കാവുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അപ്പം പീരിയഡ്സ് ഉള്ളവർ കുളിച്ച് വന്ന് ഉടനെ തന്നെ ചൊല്ലുക. അതാണ് ഏറ്റവും ബെറ്റർ. എഴുതുന്നതാണെങ്കിലും അങ്ങനെ തന്നെ. കുളിച്ച് നമ്മൾ ഇറങ്ങുന്ന അപ്പോൾ തന്നെ നമ്മൾ ബുക്കെടുത്ത് എഴുതുന്നു, സ്കന്ദഷഷ്ഠി കവചം ചൊല്ലുന്നു. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. വളരെ നല്ല ഫലം, വളരെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഫലം നമുക്ക് തരും. ഇനി ചൊല്ലാൻ താല്പര്യമില്ലാത്തവർക്ക് എഴുതുക മാത്രം ചെയ്താൽ മതി. എഴുതാൻ താല്പര്യമില്ലാത്തവർക്ക് ചൊല്ലിയാലും മതിയാകും. ഇത് രണ്ടും കൂടി ചെയ്യുമ്പം വളരെ നല്ല ഫലം നമുക്ക് ലഭിക്കും. സോ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.